മലപ്പുറം കൊണ്ടോട്ടി പുളിക്കലിൽ സ്വർണ്ണാഭരണം വാങ്ങാനെത്തിയ ആൾ ആഭരണങ്ങളുമായി മുങ്ങി. പുളിക്കൽ അങ്ങാടിയിലെ കനകമഹൽ എന്ന ജ്വല്ലറിയിലെ സ്വർണ്ണമാണ് ഇങ്ങനെ നഷ്ടമായത്. വളകൾ തിരഞ്ഞെടുത്ത് തൂക്കം നോക്കുന്നതിനിടെ 3 വളകളുമായി പുറത്തേക്കിറങ്ങി ഓടുകയായിരുന്നു. ദൃശ്യങ്ങളിലേക്ക് മുബഷിർ പി അക്ബറാണ് വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ഉള്ളത്. മുബഷിർ, ഇപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, മോഷണം പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് കൃത്യമായിട്ട് വന്നതാണ് ആൾ, അല്ലേ? തീർച്ചയായും അത് ആസൂത്രിതമായിട്ടൊരു മോഷണം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പുളിക്കലിലെ ഒരു ജ്വല്ലറിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കൊണ്ടോട്ടി പുളിക്കൽ അങ്ങാടിയിൽ തന്നെ പ്രവർത്തിക്കുന്ന കനകമഹൽ എന്ന് പറയുന്ന ജ്വല്ലറിയിലായിരുന്നു ഇത്തരത്തിലുള്ളൊരു മോഷണ ആദ്യഘട്ടത്തിൽ കടന്നു വരുന്നത്. ഉച്ചയ്ക്ക് കടയിലെത്തിയ ആൾ ചെറിയ വളകളാണ് ആദ്യഘട്ടത്തിൽ നോക്കുന്നത്. ആ വളകളെടുത്ത് കയ്യിലെടുത്ത് പരിശോധിക്കുന്നത്, പിന്നീട് അതിന്റെ ഫോട്ടോ എടുക്കുന്നതൊക്കെ തന്നെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ വളകൾ നോക്കി തുകയും തൂക്കവും ചോദിച്ചറിയുന്നതിനിടെ പെട്ടെന്ന് 3 വളകളുമായിട്ട് ഇയാൾ പുറത്തേക്ക് ഓടുന്നതാണ് പിന്നീട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ സമയം പുറത്ത് മറ്റൊരാൾ ബൈക്കുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മോഷ്ടാവ് ഉടൻ തന്നെ ഈ ഒരു ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ കടയിലുണ്ടായിരുന്ന ജീവനക്കാരൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. കൊണ്ടോട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഈ സ്വർണ്ണാഭരണങ്ങൾക്കൊക്കെ തന്നെ സ്വർണത്തിനൊക്കെ തന്നെ വില കൂടിയ സാഹചര്യത്തിൽ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുന്ന സംഭവം ജില്ലയിൽ തന്നെ വർദ്ധിക്കുകയാണ്. തിരൂരിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ വിവിധ ഇടങ്ങളിൽ വീടുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ ജ്വല്ലറികൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും ആ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ച സാഹചര്യത്തിൽ ഈ മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, മുബഷിറാണ് വിവരങ്ങൾ നൽകിയത്.